തിരുവനന്തപുരം SK ആശുപത്രിയിലെ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ രമ്യ പ്രകാശാണ്. ആൻജിയോഗ്രാം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആൻജിയോഗ്രാം ഞാൻ പറഞ്ഞല്ലോ മിനിമലി ഇൻവേസീവ് ആണെങ്കിലും ഇറ്റ് ഇസ് ഇൻവേസീവ്. അതിനുപയോഗിക്കുന്ന ഡൈ നമുക്ക് കിഡ്നി ഫെയിലിയറിന് വരെ കാരണമാകാം. പിന്നെ കിഡ്നി ഈ പ്രോബ്ലം ഉണ്ടാകുന്ന പേഷ്യൻസിന് ഒന്നും ഒരു ഹെൽത്തി അല്ല, അതിനൊരു റീസൺ ഉണ്ട്. ഈ ഹാർട്ട് അറ്റാക്കും വരണമെന്നുണ്ടെങ്കിൽ, കാർഡിയാക് അറസ്റ്റും വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ മെയിൻലി ഒന്നെങ്കിൽ ഒബേസിറ്റി ഉണ്ടാവും, ഈ പേഷ്യന്റിന് ഡയബറ്റിക് ആയിരിക്കും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. ഈ ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും ഉള്ള പേഷ്യന്റിന് മോസ്റ്റ് പ്രോബബ്ലി കിഡ്നിക്കും പ്രോബ്ലം ഉണ്ടാവും. കിഡ്നി ഓൾറെഡി കോംപ്രമൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഡയും കൂടെ വരുമ്പോൾ ചിലപ്പോൾ പേഷ്യന്റ് കിഡ്നി ഫെയിലിയറിലേക്ക് പോകാം. സിവിയർ ലാസ്റ്റ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ പോയില്ലെങ്കിലും ഒരു 2 or 3 ഗ്രേഡിൽ നിൽക്കുന്ന ആളാണ് 4 5 പോയെന്നിരിക്കും. അപ്പൊ ഈ റിസ്ക് എല്ലാം ഉള്ളതുകൊണ്ട് ഈ ബേസിക്കലി പേഷ്യന്റ് ജീവിതശൈലി ക്രമീകരിക്കാൻ വില്ലിങ് ആണെങ്കിൽ ഈ പേഷ്യൻസിനെയാണെങ്കിൽ 2 ഗ്രൂപ്പായിട്ട് തിരിക്കണം. മരുന്ന്, എനിക്ക് ഓപ്പറേഷൻ മരുന്ന് മതി, എനിക്ക് ജീവിതശൈലി ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ്ലി ആൻജിയോഗ്രാം ചെയ്യാം, ആൻജിയോപ്ലാസ്റ്റി ഓർ ബൈപ്പാസിലേക്ക് പോവാം. പക്ഷെ പേഷ്യന്റ് ജീവിതശൈലി ക്രമീകരിക്കാൻ വില്ലിങ് ആണെങ്കിൽ അവർക്ക് ഈ സ്റ്റേജിലൊക്കെ ഒരു ക്ലിനിക്കൽ സപ്പോർട്ടോടെ വേണം എടുക്കാൻ. സപ്പോർട്ടോടെ ജീവിതശൈലി ക്രമീകരിക്കുക. അതിന് കാരണമായി ഡയബറ്റീസിലേക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിലേക്ക് കൊണ്ടുപോയ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷനും ആണെങ്കിൽ, ഇപ്പം ഡയബറ്റീസ് ആണെങ്കിൽ നമുക്ക് മരുന്നില്ലാതെ തന്നെ വിതിന് ഫ്യൂ ഡേയ്സ് കൊണ്ട് തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഒത്തിരി ഓവർ വെയിറ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അല്ലെങ്കിൽ അത്ര ഹോർമോണൽ ഇംബാലൻസുകൾ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് സമയം എടുത്തെന്നിരിക്കും. പക്ഷെ ഞാൻ കാണുന്നത്, ഞാൻ ബേസിക്കലി ചെയ്യുന്ന ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. ഇപ്പം ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാമും ഒക്കെ ബൈപ്പാസും ഒക്കെ പറഞ്ഞ പേഷ്യൻസിന് തന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വിതിന് മന്ത് എല്ലാ മരുന്നുകളും, അതും 10-15 മരുന്നായിരിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മരുന്നുകൾ നിർത്താൻ പറ്റാറുണ്ട്. നിർത്തി ഓവർ വെയിറ്റ് ആയിരിക്കും മിക്കവാറും പേരും. ഒരു 3 months കൊണ്ട് ഒരു 20% വെയിറ്റും കുറയ്ക്കാൻ പറ്റും. അത്രയും വരുമ്പോഴേക്കും അവർ ഫ്രീ ആകുകയാണ്. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്രയും കാലം നമ്മൾ രോഗിയാണ്. മരുന്നില്ലാതെ രോഗമില്ലാതെ ഇരുന്നാലാണ് നമുക്ക് ഹെൽത്ത് എന്ന് പറയാൻ പറ്റുക. അപ്പൊ അതിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ആൻജിയോപ്ലാസ്റ്റിയും ഇതുമൊക്കെ ബൈപ്പാസും എല്ലാത്തിനും റിസ്ക് ഉണ്ട്. ഇപ്പം ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ചെസ്റ്റ് ബോൺ തന്നെ സെപ്പറേറ്റ് ചെയ്ത് തുറന്നു വെച്ച് അതിനുള്ളിൽ പോയി നമ്മളുടെ കാലെന്നോ അല്ലെ കയ്യെന്നോ അല്ലെങ്കിൽ ഈ ശ്വാസകോശത്തിലേക്ക് നെഞ്ചിന് കൊടുക്കുന്ന രക്തക്കുഴലുകളോ എടുത്ത് ഹാർട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും വലിയൊരു ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാവരും ചിന്തിക്കണം, അവനവന് അത് വേണോ അതോ ജീവിതശൈലി ക്രമീകരിക്കണോ. ഇത്രയും മേജർ ഓപ്പറേഷന് പോകണോ, ഓപ്പറേഷൻ ചെയ്താലും ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും മസ്റ്റായിട്ട് നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്യുകയും മരുന്നുകൾ ജീവിതകാലം മുഴുവൻ കഴിക്കുകയും ചെയ്യണം. എന്ത് ചെയ്താലും നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും രോഗം മാറുന്നില്ല. നമ്മളുടെ ഹോൾ ബോഡിയിൽ ഓൾമോസ്റ്റ് 60,000 മൈൽസ് ആണ് രക്തക്കൊഴലുകളുടെ നീളം. ഈ ഹാർട്ടിന്റെ 1-2 സെന്റിമീറ്ററോ അല്ലെ 4 സെന്റിമീറ്ററോ ഉള്ള ഒരു സ്റ്റെന്റോ വെച്ച് നമ്മൾ അത്രയും ഭാഗമേ കറക്റ്റ് ആവുന്നുള്ളൂ. പക്ഷെ നമ്മൾ ജീവിതശൈലി ക്രമീകരിച്ച് കറക്റ്റായിട്ട് എക്സസൈസും ഫുഡും കുറച്ച് വെയിറ്റും ഒക്കെ കുറച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ബ്ലഡ് വെസൽസ് ആണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ കിഡ്നിയും ലിവറിനെയും ഹാർട്ടിനെയും മാത്രമല്ല ബ്രെയിനെയും എല്ലാവരെയും സേവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അവയർനെസ് ആണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത് ശരിക്കും. അപ്പൊ അത് മനസ്സിലാക്കുക. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.